യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം. പിന്നെ യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയിരിക്കേണ്ടതിന് ഞാൻ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങളിൽ നിശ്ചയിപ്പീൻ. രക്തപ്രതികാരൻ കൊല്ലാതിരിപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം. ഈ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ പട്ടണത്തിൻ്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് തൻ്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ കൈക്കൊള്ളുകയും തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവന് ഒരു സ്ഥലം കൊടുക്കുകയും വേണം. രക്തപ്രതികാരൻ അവനെ പിന്തുടർന്ന് ചെന്നാൽ കുല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവ്വദ്വേഷം കൂടാതെയും തൻ്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകയാൽ അവർ അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിൽ നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതൻ്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കണം. അതിന് ശേഷം കുല ചെയ്തവന് താൻ വിട്ടോടിപ്പോന്ന സ്വന്തം പട്ടണത്തിലേക്ക് തൻ്റെ വീട്ടിലേക്കും മടങ്ങിച്ചെല്ലാം. അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗലീലയിലെ കേദേശും, എഫ്രൈം മലനാട്ടിൽ ശെഖേമും, യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയും, കിഴക്ക് യെരിഹോവിനെതിരെ യോർദാൻ അക്കരെ മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബെസേരും, ഗിലെയാദിൽ ഗാദ് ഗോത്രത്തിൻ്റെ രാമോത്തും, ബാശാനിൽ മനശ്ശെ ഗോത്രത്തിൻ്റെ ഗെലോനും നിശ്ചയിച്ചു. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരൻ്റെ കയ്യാൽ മരിക്കാതെ ഓടിപ്പോയിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കൊക്കെയും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. ഇങ്ങനെ യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം അവസാനിക്കുന്നു.